സംഭവങ്ങളൊക്കെ എല്ലാം ചെയ്തുകൊണ്ടായിരിക്കും. ഫോണിന് പോലും നല്ല ദിവസമാണ് കരുതുന്നത്. അല്ല ഫോൺ ഇത് ഒരു എക്സ്ക്ലൂസീവ് ആയിരിക്കും. നിങ്ങൾ ഇത് ഒരാളിനെ ഇപ്പോൾ കാണിച്ചു തന്നത് എക്സ്ക്ലൂസീവ് ആണ്. ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. തൊപ്പി. ഇവിടെ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ അടുത്ത ആള് തൊപ്പി. എടാ ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഹലോ തൊപ്പി, മാൻ, ഇവിടെ ഇന്റർവ്യൂ ഇതാണ് പറയുന്നത് തൊപ്പി എന്ന് പറയുന്നത്. പൊട്ടല്ല കേട്ടോ, പേര് അനീഷ് എന്നാണ്. അതാണ് അവന്റെ സംസാരം. അത് പറയാളിയാ നീ മറ്റേ ആരെ പറ. ഓ ജിൻഡപ്പ അവിടെ ഉണ്ടോ? ഞാൻ ജിൻഡപ്പ. എടാ ജിൻഡോ, നിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. യവൻ തൊപ്പി എന്നെ കുറച്ച് നേരത്തിന് മുമ്പേ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് ജിൻഡപ്പൻ ജിൻഡ ബ്രോ, ഹായ് ജിൻഡ ബ്രോ. ഓ ഞാൻ കാണിക്കാം. ഓക്കെ ജിൻഡോ, നീ ബിഗ് ബോസിൽ പിന്നെ കപ്പ് അടിച്ചു കഴിഞ്ഞാല് പൊട്ടൻ പറഞ്ഞിട്ടൊരു മറുപടി എടുത്തോട്ടെ. ബ്രോ പൊട്ടനല്ല, ചെവി നല്ലപോലെ കേൾക്കാം, നല്ലപോലെ സംസാരിക്കുന്ന ആളാ കേട്ടോ. പൊട്ടന്ന് വേറെ ആരെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ. എടാ ജിൻഡോ, നീ എല്ലാവർക്കും ഷെയർ കൊടുക്കാന്ന് പറഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന ഇത് ക്യാഷ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 3,33,000 രൂപ വെച്ച് വരും. ബൈ. ഹാപ്പി അടിപൊളി. ഇത് കട്ടായോ? ഇവൻ മറ്റേ ചാറ്റിന്റെ ക്യാരക്ടർ ഇതാണ്. അല്ല, ഇവന്റെ ക്യാരക്ടർ ഇതാണ്, തൊപ്പിയുടെ ക്യാരക്ടർ ഇതാണ്. പൊട്ടൻ അടുത്തിരിക്കുന്ന ആരൊക്കെ കുറെ പൊട്ടന്മാർ സംസാരിക്കുന്നുണ്ട്. തൊപ്പിയോട് പറയാനുള്ളത്, പൊട്ടൻ നിന്റെ വീട്ടിലിരിപ്പുണ്ട്, ഞാനല്ല പൊട്ടൻ, മനസ്സിലായല്ലോ. അതുപോലെ നിന്റെ കൂടെ ഇരുന്ന കുറെ പേര് പൊട്ടൻ എന്ന് പറഞ്ഞു. അദ്ദേഹം റെസ്പെക്ട് ഉണ്ടായിട്ടാണ് എന്നെ അടുത്ത് കാണിച്ചത്. കൂടെ ഇരിക്കുന്നവർക്കും പറയുന്നത് നിങ്ങളാണ് ലോക പൊട്ടന്മാർ, ഞങ്ങളല്ല പൊട്ടന്മാർ, മനസ്സിലായല്ലോ. പിന്നെ ജിൻഡോട് ചോദിച്ചത് ഇക്കാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു ബ്രോ, ഇതുപോലെ തന്നെയാണ് എന്നെ അവിടെ വിളിച്ചിട്ട് തോപ്പി അവിടെ വിളിച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തത്. ഇതുപോലെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് പുള്ളിക്കാരനെ നേരിട്ട് അറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങൾ സംസാരിച്ചത് അല്ലേ? അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നിങ്ങളെ എത്ര രീതിയിലാണ് ഇൻസൾട്ട് ചെയ്തത്? അതാണ് പറഞ്ഞത് അല്ലേ? അതുപോലെയാണ് എന്നെ അവിടെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അത് രണ്ട് രീതിയിൽ, ഒന്ന് ഡയറക്റ്റ് ആയിട്ട്, ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട്. മനസ്സിലായോ? അതാണ് ആൾക്കാർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം പിന്നെ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എത്ര കരിവാരി തേക്കാനും എത്ര അപഹാസ്യപ്പെടുത്താനൊന്നും ആർക്കും ഈ കാലത്ത് ഒരു മടിയില്ല.